ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ UPSC എക്സാമിന് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ്, ഫാക്ട്സ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. UPSCക്ക് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന സബ്ജക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എന്താണ്, ഓൾമോസ്റ്റ് എല്ലാ വർഷവും തന്നെ UPSC പ്രിലിംസിലും മെയിൻസിലും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? റൂൾസ് ഓഫ് എ കൺട്രി. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ റൂൾസ് ആണ്. ഒരു രാജ്യത്തെ എങ്ങനെ ഗവേൺ ചെയ്യണം, ഗവൺമെന്റിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്, സിറ്റിസൺസിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന്റെ ബേസിക് ലോസ് അല്ലെങ്കിൽ റൂൾസിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. ഇനി കുറച്ച് ഫാക്ട്സും അതുപോലെ തന്നെ കുറെ ഫീച്ചേഴ്സും നമുക്ക് പഠിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് എന്നാണ്? 1949 നവംബർ 26-നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ 1950 ജനുവരി 26-നാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അതുകൊണ്ടാണ് എന്ത് എല്ലാ വർഷവും ജനുവരി 26-ന് നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓർത്തു വെക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? 1949 നവംബർ 26-ന്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-ന്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നു. അതെന്താണ് നിലവിൽ വന്നത്? 1946-ലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകൃതമായത്. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950-ലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഓർത്തു വെക്കുക, ഈ പറയുന്ന ഡേറ്റുകളൊന്നും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. വർഷങ്ങളും അതുപോലെ തന്നെ ഡേറ്റും ഒക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാൻ പോവാണ്. ഒന്നാമത്തെ ഫീച്ചർ ആണ് ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ലോകത്തിലെ തന്നെ ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിലെന്താണ് അതായത് നിരവധി ആർട്ടിക്കിൾസും ഷെഡ്യൂൾസും പാർട്സും ഒക്കെ എന്തുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. ഇനി അടുത്തതാണ് ഫെഡറൽ സിസ്റ്റം. അതായത് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? സെന്റർ പ്ലസ് സ്റ്റേറ്റ്സ് എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഫെഡറൽ സിസ്റ്റം ആണ് പിന്തുടരുന്നത്. അതായത് പവേഴ്സ് എന്താണ്? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും തമ്മിൽ ഷെയർ ചെയ്യുന്നു. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ എന്താണ് പവേഴ്സ് ഷെയർ ചെയ്യുന്നു. സെൻട്രൽ ഗവൺമെന്റ് എന്താണ്? നാഷണൽ ലെവൽ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യും. നാഷണൽ ലെവൽ ഇഷ്യൂസ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ്? ലോക്കൽ ലെവൽ ഗവേണൻസ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം, പാർലമെന്ററി സിസ്റ്റം. പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇതിനെ ഒരു പ്രൈം മിനിസ്റ്റർ സിസ്റ്റം എന്നും പറയാം. ഇന്ത്യ എന്താണ്? ഒരു പാർലമെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇവിടെ പ്രൈം മിനിസ്റ്റർ ആണ് എന്ത് റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, ഈ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക, മറന്നു പോകരുത്. പ്രൈം മിനിസ്റ്റർ ആരാണ്? റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ആരാണ്? രാജ്യത്തിന്റെ പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണ്. രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണ് ആര്? പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ബേസിക് റൈറ്റ്സ് ഓഫ് സിറ്റിസൺസിന്റെ ബേസിക് റൈറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കും. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാലും മതിയാവും. ഓക്കെ, അപ്പൊ എന്താണ് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നതാണ് എന്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ബേസിക് റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്. ഇനി അടുത്തതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? DPSP എന്ന് പറയും. ഗൈഡ് ലൈൻസ് ഫോർ ഗവൺമെന്റിനുള്ള ഗൈഡ് ലൈൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇവ ഡയറക്ട്ലി കോർട്ട് എൻഫോഴ്സ് ചെയ്യുന്നതാണോ? അല്ല. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഡയറക്ട്ലി കോർട്ട് എൻഫോഴ്സ് ചെയ്യുന്നതല്ല. പക്ഷേ ഗവൺമെന്റ് പോളിസീസ് രൂപീകരിക്കുമ്പോൾ എന്താണ് ഒരു ഇമ്പോർട്ടന്റ് റോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്ലേ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി
ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അടുത്ത ഫീച്ചർ ആണേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ്? നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാ സിറ്റിസൺസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? കുറച്ച് ഡ്യൂട്ടീസും സിറ്റിസൺസിന് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുക, നാഷണൽ ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യുക, എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക, ഇതൊക്കെയാണ് എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതും എന്താണ്? നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ചാപ്റ്ററിൽ നോക്കി പോവും. ഇപ്പൊ എന്ത് പഠിച്ചു വെക്കുക? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തതാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇതടുത്ത ഫീച്ചർ ആണ്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഉറപ്പാക്കുന്നു. അതായത് ജുഡീഷ്യറി ഗവൺമെന്റിൽ നിന്നും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ജുഡീഷ്യറി കോൺസ്റ്റിറ്റ്യൂഷനെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നു. അത്രയും ഓർത്ത് വെച്ചാൽ മതി. അടുത്തൊരു ഫീച്ചർ ആണ് എന്ത്? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ജുഡീഷ്യറി എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുപോലെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നു ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ UPSCയിൽ എന്താണ്? UPSC എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ്. ഓൾമോസ്റ്റ് എല്ലാ വർഷവും എന്താണ്? പ്രിലിംസിലും മെയിൻസിലും കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ UPSC പ്രിപ്പറേഷൻ ആരംഭിക്കുന്ന ടൈമിലെ തന്നെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക്സ് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടി പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു? റൂൾസ് ഓഫ് എ കൺട്രി, റൂൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി ആണ് എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് എന്നാണ്? 1949 നവംബർ 26-നാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. അതുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ലോങ്സ്റ്റ് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. വേർഡ്സ് ലോങ്സ്റ്റ് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് സെന്റർ പ്ലസ് സ്റ്റേറ്റ്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. സെന്ററിനും സ്റ്റേറ്റിനും എന്താണ്? പവേഴ്സ് ഷെയർ ചെയ്യും. ഇനി അടുത്തതാണ് പാർലമെന്ററി സിസ്റ്റം. പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഒരു പ്രൈം മിനിസ്റ്റർ സിസ്റ്റം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആരായിരിക്കും? അപ്പം പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്തതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് റൈറ്റ്സ് ഓഫ് എ സിറ്റിസൺസ്. ഒരു സിറ്റിസണിന്റെ ബേസിക് റൈറ്റ് ഓഫ് എ സിറ്റിസൺ, ഒരു സിറ്റിസണിന്റെ ബേസിക് റൈറ്റ്സിനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്താണ്? ഗൈഡ് ലൈൻസ് ഫോർ ഗവൺമെന്റ്. പിന്നെ അടുത്ത ഫീച്ചർ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ സിറ്റിസൺസിന് എന്തുണ്ട്? കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. നാഷണൽ ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുക, എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എന്താണ്? ഡ്യൂട്ടീസ് ഉണ്ട്. അതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നന്നായിട്ട് എന്ത് ചെയ്യുക? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ബേസിക്സ് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. UPSC CSCക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ CSATന്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നോട്ട്സും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ചാനൽ എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.